നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു വെണ്ടയ്ക്ക കിച്ചടി. അപ്പോൾ ഈ വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി നമ്മൾ 1/2 കിലോ വെണ്ട എടുത്തിട്ടുണ്ട്. ഇത് വട്ടത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കി വേണ്ടത് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് പുളിയുള്ള തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും വേണം. പിന്നെ ഒരു കറിവേപ്പില, അതുപോലെ ഒരു 3-4 വറ്റൽമുളകും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് ഡീപ് ഫ്രൈ പോലെയാണെങ്കിൽ പെട്ടെന്ന് മുരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും മുറിച്ചിടുമ്പോൾ ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ജീരകം, അതുപോലെ തന്നെ പച്ചമുളക് 2 ബാക്കിയുള്ളത് അതും ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ അരഞ്ഞ് കിട്ടും. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകിൻ്റെ പകുതി, ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കി ഈ അരപ്പ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെണ്ട ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. അതായത് അതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണം. ഈ ഒരു പാകം ആവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി താളിക്കാണ് കടുകും അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെന്താ കറിവേപ്പില, ഇത്രയും ചേർത്ത് താളിച്ച് നമുക്ക് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. സദ്യക്ക് ഈ കിച്ചടി ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.